ശ്രദ്ധിച്ചോളൂ കേട്ടോ. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. ആ ചാരൻ തന്നെ പറയട്ടെ. എന്താണ് ആ വിളി? എന്താ? ഹറാമാണ്, ശിർക്കിലേക്ക് പോകുന്ന, അത് വസീലത്ത് ശിർക്കുമാണ്. പക്ഷെ വിളി കൊണ്ടാണ് ഇസ്ലാം എന്ന് പുറത്തു പോകൂല. എന്ന് മാത്രമേ ഉള്ളൂ. അയാൾ ഹറാമ് ചെയ്തു, വസീലയിൽ ശിർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അയാൾ എന്ത് ചെയ്തില്ല? ശിർക്ക് ചെയ്തില്ല. മറിച്ച് അയാൾ ഹറാമ് ചെയ്തു, വസീലത്ത് ശിർക്ക് ചെയ്തു. എന്നാൽ ഇസ്ലാം എന്ന് പുറത്തു പോണ ശിർക്ക് ചെയ്തില്ല. ചെയ്ത് ശിർക്ക് അല്ലേ പിന്നെ ശിർക്ക് തരാൻ പറ്റുമോ? അതേ സമയത്ത് അവിടുന്ന് ജിന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചാലോ അത് പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ്, യാതൊരു സംശയമല്ല. പക്ഷെ മനസ്സിൽ പ്രാർത്ഥന ഇല്ല. ഇവിടെ ഉണ്ടല്ലോ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ, അത് ചോദിക്കാൻ പാടില്ല. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്, ഹറാമാണ്. പ്രാർത്ഥന ഉണ്ടെങ്കിലോ അത് ശിർക്കാണ്. വളരെ ക്ലിയർ അല്ലേ? പണ്ടേ നമ്മൾ പറഞ്ഞല്ലേ, ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്കും കേട്ടോട്ടെ. അൻസുമുസിയാർ പറഞ്ഞല്ലേ? അതന്നെ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. മസിൽ പിടിച്ചിട്ട് ശിർക്കാന്ന് പറയാൻ പറ്റൂല. അതന്നെ നമ്മളിപ്പോഴും മസിൽ പിടിക്കണില്ല. നിങ്ങളിപ്പോ മസിൽ പിടിക്കുകയാണ് നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങൾ പറഞ്ഞത് എന്താണെന്ന് ഇപ്പൊ തന്നെ ഇവർക്ക് മനസ്സിലായി. ഇനിയും ആ ചാരൻ തന്നെ പറഞ്ഞു കേട്ടോളൂ. എന്താ സക്കറിയ നേരത്തെ പറഞ്ഞത്? ഒരാൾക്കൊരു അബദ്ധമാണ് മനസ്സിലായ എന്ത് ചെയ്യണം? തിരുത്തണം. അങ്ങനെ തിരുത്തിയാ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അയാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. പക്ഷേ തിരുത്തുന്നതിന് പകരം സക്കറിയ സ്വലാഹി എന്താ ചെയ്തത്? അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. തിരുത്തുന്നതിന് പകരം അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ആ വിഷയത്തിലും നമുക്കൊന്നിലധികം ക്ലിപ്പുകൾ കാണാൻ കഴിയും. അങ്ങനെ അദ്ദേഹം ന്യായീകരിക്കാനുള്ള കാരണം എന്താ? നിങ്ങൾ അങ്ങനെ പിന്നെ പുഴക്കരയിലുള്ള ഒരു ജിന്ന്, പുഴയിൽ മുങ്ങുന്ന ആള് പുഴക്കരയിലുള്ള ജിന്നിനെ വിളിച്ച് സഹായം ചോദിച്ചാൽ ശിർക്കാകുമെന്ന് പറഞ്ഞാല് അപ്പൊ അടുത്ത ചോദ്യം വരും, അതെന്താ? അപ്പൊ മൗലവി പുഴക്കരയിലുള്ള ജിന്നിനോട് ചോദിക്കണ ശിർക്ക്, മരുഭൂമിയിലുള്ള ജിന്നിനോട് ചോദിക്കണ എന്തല്ല? ശിർക്കല്ല എന്ന് ചോദ്യം വരും. അപ്പൊ ഞാൻ പറയേണ്ടി വരും അതും ശിർക്ക് തന്നെയാണ്. അപ്പൊ വീടിനോട് ചോദ്യം വരും. അപ്പൊ മരുഭൂമിയിലുള്ള ജിന്നിനോടുള്ള ചോദ്യം ശിർക്കാണെങ്കിൽ ഇമാം അഹ്മദ് ഹംബലും അതേപോലെ തന്നെ ഷൗക്കാനിയും ഇമാം നവവിയും ഒക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ശിർക്ക് ചെയ്തോ? അപ്പൊ ഞാൻ പറയേണ്ടി വരും അവരും ശിർക്ക് ചെയ്തു. അപ്പൊ എന്നോട് വീണ്ടും ചോദ്യം വരും, അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ 2012 വരെ നിങ്ങൾ ശിർക്കാവൂല എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ നിങ്ങളെ തൗഹീദ് 2012 വീണ്ടും മാറിയോ? അങ്ങനെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ശിർക്ക് എന്ന് പറയുന്നത്. നോക്കിങ്ങള് അതന്നെ ഞാനും പറഞ്ഞു. അതൊക്കെ നിങ്ങളെ ക്ലിപ്പ് കേൾപ്പിച്ചു. ശബ്ദം കേൾക്കുന്ന പരിധിയിൽ വിജനമായ സ്ഥലത്ത് ഉണ്ടെന്ന് കരുതിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാൻ എന്ന നിലയ്ക്ക് ഇമാം അഹ്മദ് മറ്റൊക്കെ വിളിച്ചു. അതിൽ ദുആ ഇല്ല. അതുകൊണ്ട് അവർ ചെയ്തത് ശിർക്കല്ല. നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ അവർ ചെയ്തിട്ടില്ല എന്ന് ഖുബൂരികൾക്ക് ഇത്രകാലം മറുപടി കൊടുത്തവരാ നമ്മള്. അതേപോലെ തന്നെ ആ ആദീത്തിന്റെ ആശയ പരിധിക്കുള്ളിൽ തന്നെയാണ് ശബ്ദം കേൾക്കുന്ന പുഴക്കരയിലൊരു ജിന്നുണ്ട് എന്ന് കരുതിയിട്ട് വിളിച്ചാലോ വിളിക്കാൻ പാടില്ല, ഹറാമാണ്, ശിർക്കിലേക്ക് പോണ വിളിയാണ്. പക്ഷെ ശിർക്കല്ല. അതാണ് ഞാൻ വിശദീകരിച്ചത്. ഇതൊക്കെ പറയാൻ മൂപ്പര് മറുപടി ഒന്നുമില്ല. ഇനിയിപ്പത്തെ പുതിയ വിഷയം എന്താ അറിയോ? ഇപ്പൊ പുഴക്കര വിട്ടു, ഇപ്പൊ ചൂണ്ടയിടലാണ്. അത് ഇയാൾ തന്നെ പറയുന്നത് കേട്ടോളൂ. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വാദം കാര്യങ്ങള് ഇപ്പൊ എവിടേക്കെത്തി? ജിന്ന് മരുഭൂമിന്ന് കുറ്റിക്കാട്ടിലെത്തി, കുറ്റിക്കാട്ടിൽ നിന്ന് എവിടെത്തി? പുഴക്കരയിലെത്തി. പുഴക്കരയിൽ നിന്ന് ഇനി എവിടെ എത്തുന്നത്? അത് ചൂണ്ടയിടുന്നോർത്താണ്. അത് ചൂണ്ടയിടുന്നോർത്തേക്കാണ് പിന്നെ ഇപ്പൊ ജിന്നിനെ കൊണ്ടുപോകുന്നത്. പുഴയിൽ വീണാൽ സമീപത്ത് ആളില്ലെങ്കിൽ ജിന്നായ സംഘത്തിലും ഭാവനകളിലും സങ്കല്പങ്ങളും കെട്ടിവെത്തുന്ന വിജ്ഞാന തൽപരത ഇല്ലാത്ത ചോദ്യങ്ങൾക്ക് പ്രബോധന വേദി ഉത്തരം പറയാതിരിക്കുന്നതിനേക്കാൾ ആ പ്രവണതയെ അവഗണിക്കുന്നല്ലേ കൂടുതൽ ഉത്തമമായത്? ഒരു ചോദ്യമാണ്, ഒരു വളഞ്ഞു കെട്ടിയ ചോദ്യമാണ്. ചോദ്യത്തിന്റെ രത്നച്ചുരുക്കതാണ്. പുഴയിലേക്കണ ജിന്നിനെ സംബന്ധിച്ച് അത്രയുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കാതിരിക്കലല്ലേ നല്ലത് എന്നൊരു ചോദ്യം. അതിനുപരി കൊടുക്കുന്ന മറുപടി നമ്മൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ അതായിരിക്കും, കണ്ടോ ഉത്തരല്ല എന്നായിരിക്കും. പിന്നെ അത് ശിർക്കാണെന്ന് പറഞ്ഞാലോ, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ആ ജിന്നിന്റെ കൈ പിടിക്കട്ടെ എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ല. ഒരു ഉദാഹരണം പറയാം, നിങ്ങളും ഒരു ജിന്നും കൂടി മീൻ പിടിക്കുക, ചൂണ്ടലിടുക. അത് ജിന്നു സുഹൃത്ത് അങ്ങനെ വർത്താനം പറഞ്ഞ് കേൾക്കുകയാർക്ക് ഒരു മീൻ കൊത്തി വലിച്ചു, നിങ്ങളെ ഗൾപ്പിളും പോണു. എടാ ഒന്ന് പിടിക്കടാ ജിന്നേന്ന് പറഞ്ഞു. അത് ശിർക്ക? അത് ശിർക്ക? എന്റെ ചോദ്യാണ്.
ഇവരിങ്ങോട്ട് സാങ്കല്പിക ചോദ്യം ചോദിച്ചപ്പോ ഞാൻ അങ്ങോട്ടൊരു സാങ്കല്പിക ചോദ്യം ചോദിച്ചതാ. നിങ്ങൾ നിങ്ങളെ ജിന്ന് സുഹൃത്തും ചൂണ്ടലിട്ടിരിക്കുകയാണ്. അങ്ങനെ ജിന്ന് സുഹൃത്ത് ഉണ്ടാവോ? ഉണ്ടാവുന്ന അനസൂസിയാർ പറഞ്ഞ ക്ലിപ്പ് നമ്മൾ ഇടാൻ പോകുന്നുണ്ട്. അങ്ങനെ ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ നിങ്ങളെ ചൂണ്ടയിൽ മീൻ കൊത്തി നല്ല കനം വലിക്കണിലടക്ക് ഇപ്പോഴും തന്നെ വീണു. എടാ ജിന്നെ ഒന്ന് പിടിക്കടാന്ന് പറഞ്ഞാ അത് ശിർക്ക? ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യം അത്. നിങ്ങൾ സാങ്കല്പിക ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചപ്പോ ഞാൻ അങ്ങോട്ട് സാങ്കല്പിക ചോദ്യം ചോദിച്ചു. അങ്ങനെ ജിന്ന് സുഹൃത്തുണ്ടാകുമോ? ജിന്നിനെ കൊണ്ട് ചൂണ്ടലിടാൻ കൂട്ടുകാരനായി കിട്ടുമോ? സാങ്കല്പിക ചോദ്യല്ലേ, സാങ്കല്പികല്ലേ? ഇതൊക്കെ നിങ്ങളെ ക്ലിപ്പിൽ തന്നെ കിട്ടും. ഒന്ന് ചിന്തിച്ച് കേട്ടാ മതി. അതുപോലത്തെ ഒരു സംഗതിയാണ് ആ പറഞ്ഞേ. അത് ചെറുക്കാൻ ആരെങ്കിലും പറയോ? ഇത്ര എവിടുക്കാ പോണത്? എവിടേക്കും പോണില്ല. അവിടെ തന്നെ നിങ്ങളെ സാങ്കല്പിക ചോദ്യത്തുമ്പോ തന്നെ ഞങ്ങൾ തളച്ചിടും. ശൈത്താൻ ഇങ്ങനെ പറയിപ്പിക്കാണ്. കാരണം ശൈത്താൻ ഇവിടെ വിജയം ഉണ്ടാവണം. ജിന്ന് കൂടിയിരിക്കണ പാരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. നിങ്ങളെ വർത്താനം തന്നെ മനസ്സിലായി ആർക്കാ ഇപ്പൊ ജിന്ന് കൂടിയിട്ടുള്ളത്. ശൈത്താൻ പറയിപ്പിക്കണം. അതൊക്കെ നിങ്ങൾ അണികൾക്ക് സമാധാനത്തിന് നിന്നു. ചാരനല്ലേ? ഇന്നങ്ങനെ ജിന്ന് സുഹൃത്ത് ഉണ്ടാവോ? ജിന്ന് സുഹൃത്ത് ഉണ്ടാകും എന്നാണ് ആര് പറയുന്നത്? അനസ് മുസ്ലിയാർ പറയുന്നത്. കേട്ടോളി, മൂപ്പരെ ജിന്ന് സുഹൃത്തിനെ പറ്റി പറയാണ്. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്ന സുഖാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിക്കുന്നു, ജിന്നുകളെ കൊണ്ട് പല പണി എടുപ്പിക്കുന്നു, ബന്നാവുകൾ ഉണ്ടായിരുന്നു എന്ന് മടവൂരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ്, ഞാൻ മടവൂരി ചേർത്തി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ് സുലൈമാൻ നബിയുടെ സന്നിധിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു, ആ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ നബി പണിയെടുപ്പിച്ചിരുന്നു. അപ്പൊ അധീനമാക്കി കൊടുത്തിട്ടല്ലേന്നാ? അപ്പൊ ജിന്നാണല്ലോ, സംഗതി മനുഷ്യനായില്ലല്ലോ. അധീനപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യനല്ലാതാകുന്നില്ല. ജിന്നായ രൂപത്തിൽ തന്നെ സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്ന് വന്നിരുന്നു. ഇഫ്രീത്ത് അടക്കമുള്ളവരുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അവര് പണിയെടുക്കുന്നു, സുലൈമാൻ നബി അവരുമായി സംസാരിക്കുന്നു. അത് ശിർക്കല്ല. അപ്പൊ ജിന്ന് സുഹൃത്ത് ഉണ്ടാവോ? ഉണ്ടാവും. ആരാ പറഞ്ഞത്? അനസ് മൗലവി. എന്താ ജിന്ന്, സുഖാണോ, വൈറ്റ് സിറ്റി പോകലുണ്ടോ എന്നൊക്കെ ചോദിക്കാ. പയ്യന്നൂർക്കടി പോകലുണ്ടോ ഒന്നും ചോദിക്കാൻ ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തായി? ജിന്ന് സുഹൃത്തുണ്ട്. ആരാ പറഞ്ഞത്? അനസ് മുസ്ലിയാർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇന്ന ചൂണ്ടിടുന്ന കാര്യം ഞങ്ങളോട് ചോദിച്ചതാണ്. ജിന്ന് സുഹൃത്തുണ്ട് എന്നാണല്ലോ നിങ്ങൾ പറയണത്. ആ ജിന്ന് സുഹൃത്ത് നിങ്ങളും ചൂണ്ടയിടുമ്പോ നിങ്ങളൊന്നാണ് കാല് തെറ്റി വീണാല് ഏടെ ജിന്നെ ഒന്ന് പിടിക്കടാന്ന് പറഞ്ഞാ അത് ശിർക്കാണോന്ന് ഞങ്ങളോട് അങ്ങോട്ട് ചോദ്യം ചോദിച്ചതാ. അതപ്പൊ നിങ്ങൾ എന്താക്കിയത്? എന്റെ നേരത്തെ ഇരിക്കുന്നത് നിങ്ങളെ ഗതികേട്, നിങ്ങളെ ആശയ ദാരിദ്ര്യം. ഇനി സുഹൃത്തുക്കളെ, ഇവിടുത്തെ വലിയ പ്രശ്നം എന്താണെന്നറിയോ? ജിന്ന് അഭൗതികമല്ലേ, അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അത് ശിർക്കാവുകയില്ലേ എന്നാണ്. എന്താണ് ഭൗതികം അഭൗതികം? നമ്മള് എം അക്ബർ സാഹിബ് സമ്മേളനത്തിൽ ഒരു ചെറിയ മാന്തല് മാന്തി. കേട്ടോളി. നമ്മളിവിടെ ചർച്ചയിലാണ്, അമ്പിച്ച ചർച്ച. എന്താണ് ചർച്ച? ജിന്ന് സഹായിക്കുമോ ഇല്ലയോ എന്നാണ് ചർച്ച. ഇവിടെ ഈ പ്രസ്ഥാനത്തിന്റെ ഈ ഇരിക്കുന്ന മഹാപണ്ഡിതന്മാരിലെ സ്വന്തം ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ മുഴുവനും ഈ ആദർശത്തിന് വേണ്ടി ബലി കൊടുത്ത ഈ പണ്ഡിതന്മാരില്ലേ, അവർ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ഈ ദൗത്യത്തെ മുഴുവനും പോക്കറ്റടിച്ചു കൊണ്ടുപോകുവാൻ ഒരു പുരോഹിതനും അയാളുടെ മുടി വിപ്ലവവും പരിശ്രമിക്കുമ്പോ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവർ ലോകത്തെ ഏറ്റവും വലിയ ചർച്ചയിലാണ്. ജിന്ന് ഭൗതികമോ അഭൗതികമോ മഹാചർച്ചയാണ്, വല്ലാത്ത വിഷയങ്ങളാണ്, മഹാചർച്ചയിലാണ്, വല്ലാത്ത വിഷയം തന്നെ എന്ന് പറഞ്ഞ് മുങ്ങേണ്ട ആളല്ലല്ലോ നിങ്ങള്. നിങ്ങൾ ആ ചർച്ചയിലും നിലവിട്ട് സംസാരിക്ക്. എന്തെല്ലാം കെട്ടിക്കൊടുക്കുന്ന വിഷയങ്ങൾ പഠിച്ച് ജനങ്ങളോട് പറഞ്ഞു കൊടുത്ത ആളാ നിങ്ങള്. എന്താ നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങാനൊരു മടി? ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല തന്നെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? നിങ്ങൾ പറ, ജിന്ന് ഭൗതികാണോ അഭൗതികാണോ? എന്താ ഭൗതികത്തിന്റെ അർത്ഥം? എന്താ അഭൗതികത്തിന്റെ അർത്ഥം? ഇനി കോക്കസ് നേതാവ് പറയുന്നത് കേട്ടോളൂ. എന്താണ് ഈ ഭൗതികം, ഈ അഭൗതികം? ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ആർക്കും പ്രവേശിക്കാൻ ധൈര്യമല്ല, ഇങ്ങനെ പുകമറുണ്ടാക്കാനേ ധൈര്യമുള്ളൂ. നിങ്ങളൊന്ന് പ്രവേശിക്ക്. നിങ്ങൾ ഇങ്ങനെ പുറത്തേക്കണേ. പറയട്ടെ,
ഇവന്മാര് പറയുന്നത് കേട്ടാൽ തോന്നിപ്പോകും ആകെ കൂടി വിശുദ്ധ ഖുർആൻ തൗഹീദ് പഠിപ്പിക്കാൻ ഭൗതികം അഭൗതികം എന്നൊരു വാക്കാണ് ഖുർആനിൽ ഉപയോഗിച്ചത് എന്ന് ഞാൻ ചോദിക്കട്ടെ, ഇവർക്കറിയുമോ ഖുർആനിൽ ഭൗതികത്തിൽ ഉപയോഗിച്ച വാക്കെന്തെന്ന്, അഭൗതികത്തിൽ ഉപയോഗിച്ച വാക്കെന്തെന്ന്? അതുപോലും അറിയാതെയാണ് ഇത്തരം കാര്യങ്ങളുമായി അവർ നടക്കുന്നത്. വാസ്തവത്തിൽ ഖുർആൻ അഭൗതികത്തിന് ഉപയോഗിക്കുന്നത് ഗൈബ് എന്ന വാക്കാണ്, ഭൗതികത്തിന് ഉപയോഗിക്കുന്നത് ഷഹാദ എന്ന വാക്കാണ്. ആലിമുൽ ഗൈബി വശഹാദ എന്ന അല്ലാഹുവിന്റെ വിശേഷണം വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് ആ നിലക്കാണ്. ഈ ഗൈബ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കങ്ങളൊക്കെ പഠിച്ചില്ലേ? ഗൈബ് എന്ന വാക്ക് അഭൗതികം, ഷഹാദ എന്ന വാക്ക് ഭൗതികം. അവർക്കിതൊന്നും അറിഞ്ഞൂടാ. നമ്മളൊന്ന് ക്ലാസ് എടുത്തു കൊടുക്കുക എല്ലാവർക്കും. ആർക്കാണ് ഇതൊക്കെ അറിയാത്തത്? ജിന്നും മലക്കും ഗൈബിയാണെന്ന് സാധാരണ നാടന്മാര് പറയും. മക്കളെ, അതൊക്കെ ഗൈബിയായ സിറ്റികളല്ലേ. എന്താ അതിന്റെ അർത്ഥം? അവരെ കുറിച്ച് നമ്മളെ പഠന നിരീക്ഷണങ്ങൾ കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റൂല. അല്ലാഹുവും റസൂലും പറഞ്ഞാലേ ഞമ്മക്കത് മനസ്സിലാകുള്ളൂ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ മറഞ്ഞ കാര്യങ്ങളിൽ നമ്മളെ ബുദ്ധി കൊണ്ടോ അന്വേഷണം കൊണ്ടോ പഠനം കൊണ്ടോ നമ്മൾ വികസിപ്പിച്ചെടുത്ത ഉപകരണങ്ങൾ കൊണ്ടോ കണ്ടെത്താൻ കഴിയാത്ത അദൃശ്യ കാര്യങ്ങൾ, അതിനെപ്പറ്റി അഭൗതികം എന്ന് നമ്മൾ പറയാറുണ്ട്. അതിനൊരു കുഴപ്പമില്ല, അവിടെ നിന്നോളിയും. 2012 വരെ പറഞ്ഞോടത്ത് നിന്നോളിയും. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോയി എന്താ അനീഫ കായക്കൊടി ഫത്വ വായിക്കണോട്ടോളി. ജിന്ന് അതേപോലെ മലക്ക്, ഇതൊക്കെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അഭൗതികമാണ് എന്നതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുക. ലജ്നത്തു ദായിമ തന്നെ നൽകിയ ഒരു ഫത്വയിൽ കാണാം, വാഖീറൻ ഫആലമുൽ ജിന്നി വഅഹ്വാലുഹും ഗൈബിയ്യുൻ ബിനിസ്ബതി ലിൽ ഇൻസി. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ജിന്നുകൾ, അതേപോലെ അവരുടെ അവസ്ഥ, അവരുടെ ലോകം, അതൊക്കെ ഗൈബിയായ കാര്യമാണ്. അതേപോലെ തന്നെ വരട്ടെ. അത് കഴിഞ്ഞോ? അവിടെ മിണുങ്ങി. ആ ഫത്വന്റെ വാക്യം എന്താ? ഫആലമുൽ ജിന്നി വഅഹ്വാലുഹു ഗൈബിയ്യുൻ ബിനിസ്ബതി ലിൽ ഇൻസി. ജിന്നും ജിന്നിന്റെ അവസ്ഥകളും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഗൈബിയാണ്. എന്താ അതിന്റെ അർത്ഥം? അത് അടുത്ത വാചകത്തിലുണ്ട്. അത് കോക്കസ് നേതാവ് മണിങ്ങി. അത് കേട്ടോളിയും. ലാ യഅലമൂന മിൻഹാ ഇല്ലാ മാ ജാഅ ഫീ കിതാബില്ലാഹി തആല ഔ സഹഹ മിൻ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിന്നുകളെ കുറിച്ചും അവരുടെ അവസ്ഥകളെ കുറിച്ചും അള്ളാന്റെ കിതാബിൽ വന്നതും സഹിയായ ഹദീസിൽ വന്നതുമല്ലാതെ മറ്റൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതാണ് ഗൈബി എന്ന അർത്ഥം. അവരെ കുറിച്ചുള്ള അറിവ് അഭൗതികാണ്. അതിലാർക്കും അവിടെ തർക്കം? ഇനി കേട്ടോളൂ. അതുപോലെ തന്നെ മറ്റൊരു ഫത്വയിൽ ഇങ്ങനെ ഒരു ഫത്വയും കൂടി വായിക്കുക, അതിലും തന്നെ ഉള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഫത്വ വായിച്ചിട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന ആ വാചകത്തിനൊക്കെ അവർ മാറ്റിയിട്ട് അഭൗതികത്തിന് പുതിയ അർത്ഥം കൊണ്ടുവന്നു. അത്രേ മാസൽവി പറയുന്നത് കേട്ടോളൂ. ആജിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ് എന്ന് പറയും. ലേലം വിളിക്കും പോലെ ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ്. ലേലം ഉറപ്പിക്കല് 3 വട്ടം വിളിച്ചാലാ, അതുകൊണ്ട് ശിർക്കാവുമോ? അഭൗതികമായ കഴിവാണ് ജിന്നിൻ്റെത് എന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കൊണ്ടുവന്ന പുത്തൻ വാദ. നമ്മൾ ഇത്ര കാലം പറഞ്ഞത് അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനല്ലാതെ ഏതെങ്കിലും സൃഷ്ടിക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ അത് ശിർക്കാണ് എന്നാണ്. KM മൗലവി എന്ന പുസ്തകത്തിന്റെ അവതാരികയിൽ PK മൂസ മൗലവി എഴുതി, അഭൗതികമായി കഴിവ് സൃഷ്ടികൾക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ വിചാരം തന്നെ ശിർക്കാണ്. അതുപോലെ തന്നെ അൽമനാറിൽ എഴുതി. അതുപോലെ കുഞ്ഞീദ് മദനിയുടെ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി. എന്താ എഴുതിയത്? അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല. അതുകൊണ്ട് ഇബാദത്തിന് അർഹൻ അവൻ മാത്രമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഗൈബി എന്നതിന്റെ മുമ്പ് പറഞ്ഞ അർത്ഥാണെങ്കിൽ ഒരു കുഴപ്പമല്ല. അവരെ കുറിച്ചുള്ള അറിവ് അഭൗതികമാണ്. അതിന് പുറമെ കഴിവ് അഭൗതികാക്കി. തൗഹീദും ശിർക്കും വേർതിരിക്കുന്നിടത്ത് നമ്മൾ പറഞ്ഞതാണ് മഹാന്മാർക്ക് അഭൗതിക കഴിവില്ല.
ജിന്നിന് അഭൗതിക കഴിവില്ല, മലക്കുകൾക്ക് അഭൗതിക കഴിവ് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ മാറ്റി. മുമ്പ് നമ്മൾ പറഞ്ഞത് എന്താ? അനസ് മുസ്ലിയാർ പറഞ്ഞത് കേട്ടോളി. നിനക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അബോധികല്ല, ഗൈബല്ല. കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്, ആരെങ്കിലും ചപ്പളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാ നിൽക്കണം എന്തിനാ? അതാ ഞങ്ങൾ ചോദിക്കുന്നത്. ഈ മടവൂരികൾ ചപ്പടാച്ചി ചപ്പിയത് കണ്ടിട്ട് നിങ്ങളൊന്ന് ചപ്പി നോക്കിയാലോ? ഇപ്പൊ എന്തായി? മടവൂരികളെക്കാളും നിങ്ങളിപ്പോൾ പിന്നോട്ട് പോയി. നിങ്ങളെ യോഗസ്ഥലങ്ങളൊക്കെ വിജനപ്രദേശമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ്? ആരെങ്കിലും ചപ്പടാച്ചി ചപ്പുണ്ട്, നിങ്ങൾ ചപ്പാൻ പോണോ? ജിന്ന് എന്ത് ചെയ്താലും അതൊക്കെ ഭൗതികമാണ്, ഗൈബിയായിട്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ഒരു ജിന്നിനും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രം. എത്ര കാലമായി മുജാഹിദ് എന്ന് പഠിപ്പിക്കുന്നു, കണ്ടില്ലേ? അപ്പൊ ആരാ അഭൗതികവും പറഞ്ഞ് തൗഹീദിൽ തശ്വീഷ് ഉണ്ടാക്കിയത്? ഞങ്ങളാണോ? 2012 പുതിയ തൗഹീദ് കൊണ്ടുവന്നു നിങ്ങൾ. മടവൂരിസത്തെ നിങ്ങൾ എടുത്തണിഞ്ഞു. അനസ് ചോദിക്കുക, മടവൂരികൾ എവിടെ? കാണില്ലല്ലോ. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് മടവൂരിസാണെന്നാ. ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി. ഇപ്പൊ മടവൂരികൾ എവിടെ? നിങ്ങൾ കാണുന്നുണ്ടോ? മടവൂരികളെ കാണുന്നുണ്ടോ? നിങ്ങൾ മടവൂരികളെ കാണുമോ? ഇത്രയും കാലം മടവൂരികൾ കൊണ്ടുവന്നത് എന്താ? അവരെ തെരുവോരങ്ങളിട്ട് നാട്ടിച്ചത് എന്താ? ഈ പറയുന്ന ഈ ചീഞ്ഞു നാറുന്ന ഈ ഉച്ഛിഷ്ടം വിസർജ്യമാണ് ഓരോ കേരളത്തിന്റെ മുക്കുമൂലകളിലും മടവൂരികൾ വാരി വിതറിയത് അല്ലേ? ഏതാ ഉച്ഛിഷ്ടം? ജിന്നും ശൈത്താനും സിഹറും. അത് വിസർജ്യാണ് കേട്ടോ. എന്നിട്ടോ എന്താ ചെയ്തത് കേട്ടോളി. ഞങ്ങളത് കോരിക്കളഞ്ഞു. ഓരത് കോരിക്കളഞ്ഞു. ഞങ്ങൾ കുറച്ച് നാറി, അത് ശരിയാ. ഇത് വിസർജ്യ കോരിയത്, അതുകൊണ്ട് കുറച്ച് നാറ്റം ഞങ്ങൾക്ക് ഉണ്ടാവും. ഇത് കോരിയല്ലേ? ഞങ്ങൾ കുളിക്കാൻ തയ്യാറാണ്. നിങ്ങള് കുളിക്കല്ല, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്താലും നാറ്റം പോവില്ല. മത്തി ഒന്നാക്കുമ്പോൾ ഇങ്ങനെ പൊളിച്ചിട്ട് എന്നാലും നിങ്ങളെ നാറ്റം പോലെ. കാരണം നിങ്ങളെ നാറ്റം ജനിസിലുള്ളതാ. നിങ്ങളെ ഉള്ളു മടവൂരിസാണ്. നിങ്ങൾ കഴിഞ്ഞ 10 വർഷം മടവൂരിസത്തിനെതിരിൽ ശബ്ദിച്ചപ്പോ ഞങ്ങൾ വിചാരിച്ചു സാധുക്കള് ഇവര് മടവൂരിസത്തെ എതിർക്കേർക്കുന്നു. നിങ്ങൾ കാപട്യമാണ് കാണിച്ചിരുന്നത്. നിങ്ങളെ കസേര ഉറപ്പിക്കാനാണ് നിങ്ങൾ മടവൂരികളെ എതിർത്തതെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ആ വിസർജ്യം കോരിക്കളയുകയല്ല ചെയ്തത്, നിങ്ങളത് എടുത്തണിഞ്ഞു, ആവോളം അകത്തേക്ക് കഴിച്ചു. ക്ഷീരബലി ആവർത്തിക്കും പോലെ 101 ആവർത്തി കഴിച്ചു. എന്നിട്ടോ ഇപ്പൊ തെരുവോരങ്ങളിൽ അതിങ്ങനെ ഛർദിച്ചു കൊണ്ടിരിക്കുകയാണ്. കേട്ടോളൂ. എവിടെ മടവൂരി? ഇനി ആരെ പറയാ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരോടെ പറയാം? ഒരു മടവൂരിയും വരില്ല. നിങ്ങൾക്കറിയോ? ഒരു മടവൂരി ആദർശത്തിൽ നിന്ന് സലഫിയത്തിൽ നിന്നാൽ ഒരു മടവൂരിക്ക് ന്യായം ഉണ്ടാവൂല. ഏത് മടവൂരി വരും? ഏത് മടവൂരി വരും? വരൂല. കാരണം അവർക്കുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന ആയുസ് ഇതാണ്. ഇത് പറഞ്ഞിട്ടാണ് നാട് നീളം നടന്നത്. ഇതും കൊണ്ടാണ് നാട് നീളം നടന്നത്. ഇനി മടവൂരി വിചാരിക്കുന്നത് പടച്ചോരെ ഇത് എന്താ പറയാന്ന്. ഇനി പറയട്ടെ. അപ്പോ മടവൂരിസം, ആ മടവൂരിസത്തിൽ ഇപ്പൊ ചാൻസ് ഇല്ല. എന്ത് പറയണം? അജണ്ട ഇല്ല. കാര്യം ഇത് മാത്രമേ ഉള്ളൂ. കാര്യം ഈ ജിന്നും പിശാചും സിഹറും അതുപോലെ തന്നെ ഈ പറയുന്ന ജബ്ബാർ മൗലവിയുടെ വാചകവും ഇതൊക്കെ അല്ലാതെ എന്താ മടവൂരികൾക്ക് ഇവിടെ അജണ്ട ഉണ്ടായിരുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ അജണ്ട ഉള്ളത്? അതേ മടവൂരിസത്തിന് അജണ്ട അല്ലേ ഇപ്പൊ നിങ്ങൾക്കുള്ളൂ. ഈ പ്രസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. ഈ പ്രസ്ഥാനത്തിൽ നടന്ന ചാരപ്പടി എന്താണ്, ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം. ഇപ്പൊ വലിയ ആക്ഷേപം എന്താണെന്നറിയോ? മടവൂരികൾ പറയുന്ന മുഴുവൻ ആക്ഷേപവും ഇവർ ഇപ്പൊ ഞമ്മക്കതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ശിർക്കിലേക്ക് പോയി മന്ത്രവാദം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, കൂടോത്രം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്തെല്ലാമാ പറഞ്ഞത് നിങ്ങൾ നോക്കൂ. ഞാന് ഹിഫ്ദുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളടുത്തേക്ക് പിശാച് ബാധയുണ്ടെന്ന് എനിക്ക് സംശയം തോന്നിയ ഒരു രോഗിയോട് പറഞ്ഞു, ഇങ്ങനൊരാളുണ്ട്, KNM-ന് അനുകൂലിക്കുന്ന ആളാണ്, അയാളുടെ തന്നെ പോയി നോക്കാം. അയാളെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മളെ പണ്ഡിതന്മാർക്കുണ്ട്. അതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്താണ് ഏതോ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് ആളയച്ചു എന്നാണ്.
സക്കരിയ സലാഹിക്ക് എന്താ ഫാത്തിഹ ഓതാൻ അറിയില്ലേ? ജിന്നുബാധയേറ്റവർക്ക് ഖുർആൻ ഓതി കൊടുക്കാൻ ഫാത്തിഹ അറിയില്ല, ആയത്തുൽ കുർസി അറിയില്ലേ? എന്നാ സുഹൃത്തുക്കളെ, ഈ കാര്യത്തിൽ ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ സുബൈർ, ഈ റുഖ്യ ശർഇയ്യ ഈ വിഷയത്തിൽ കൂടുതൽ നടത്തി പ്രാക്ടീസ് ഡോക്ടർ സുബൈറിന്റെ അടുത്തേക്ക് എനിക്കതിൽ ആക്ഷേപം ഉന്നയിച്ച അനസ് മുസ്ലിയാർ സ്വന്തം വീട്ടിൽ രോഗിയെ ചികിത്സിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നു, റുഖ്യ നടത്തി തിരിച്ചു വീട്ടിൽ കൊണ്ടാക്കി. അദ്ദേഹം തന്നെ പറയട്ടെ. സക്കരിയ മൗലവിയുടെ അടുത്ത് വന്ന രോഗിയെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മന്ത്രിച്ചപ്പോൾ ആ രോഗി വയലന്റ് ആവുകയും അങ്ങനെ വയലന്റായ രോഗിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടെന്നുള്ളതിന്റെ പരിചയക്കുറവുകൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ അടുത്തേക്ക്, അതായത് ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അനസ് മൗലവി ചെയ്ത് അതുകൊണ്ട് അത് തന്നെ ആയിരിക്കാം. പലപ്പോഴും എൻ്റെ അടുത്ത് രോഗികൾ അയക്കുന്ന ആളുകൾക്ക് ഇത് മാനസിക രോഗമാണോ പൈശാചിക രോഗമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി രണ്ടും കൂടെ പഠിച്ച ഒരാളെന്ന നിലയിൽ പലപ്പോഴും പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷയമല്ല. സക്കരിയ മൗലവിക്കെതിരെ അനസ് മൗലവി ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം തന്റെ കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സക്കരിയ മൗലവി ഓതിയ ശേഷം രോഗി വയലന്റ് ആയപ്പോഴാണ് പരിചയമുള്ള ഒരാളുടെ അടുത്തേക്ക് അയച്ചത്. മറിച്ച് അനസ് മൗലവിന്റെ അടുത്തുള്ള രോഗി എന്ന് പറഞ്ഞാൽ ഓതിയ വയലന്റ് ആവുന്ന രോഗിയൊന്നുമല്ല. എന്നിട്ട് പോലും അത് അദ്ദേഹം പരിശോധിച്ച് നോക്കാതെ, ഒന്ന് പരീക്ഷിച്ച് പോലും നോക്കാതെയാണ് എന്നെ വിളിച്ച് ഒരു പണ്ഡിതനായ അദ്ദേഹം ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് MBBS ഡോക്ടർ എന്ന നിലയിലാണ് എന്നെ കൺസൾട്ട് ചെയ്തതെന്നല്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ല. അദ്ദേഹത്തിന് വീട്ടിൽ പോയി പൈശാചികമായ രോഗമാണ് എന്നതിൻ്റെ പേരിൽ ആ രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോയത്. ഇനി അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഓർക്കാൻ വേണ്ടിയിട്ട് അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം തിരിച്ച് കാറിൽ ഞങ്ങൾ പോരുമ്പോൾ അദ്ദേഹം മുൻപ് ചെയ്ത സിഹറുകളെ കുറിച്ചും സിഹർ ചെയ്ത് പ്രേമിച്ച് കിടന്ന സ്ത്രീ പുരുഷന്മാരെ ഇണക്കിവിട്ട കഥകളും ആലിൻ്റെ ലയിൽ അദ്ദേഹം സിഹർ ചെയ്ത കാര്യവും അങ്ങനെ അദ്ദേഹം സിഹർ പഠിക്കാൻ ഉദ്ദേശിച്ച പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ തട്ടിക്കൊണ്ടുപോയ കാര്യമെല്ലാം വിവരിച്ചു തരികയുണ്ടായി. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് മന്ത്രവാദമല്ല, മന്ത്ര ബിസിനസ് അല്ല. ശർഇൽ അനുവദിക്കപ്പെട്ട മന്ത്രങ്ങൾ കൊണ്ടൊരു ചികിത്സയുണ്ടെന്ന് KNM അംഗീകരിച്ചതാണ്. റുഖ്യ ശർഇയ്യ എന്ന പേരിൽ പുസ്തകം ഇറക്കിയതാണ്. ഈ അനസ് മുസ്ലിയാർ തന്നെ അതിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ പ്രതിസന്ധിയിൽ ഒരുപാട് ആശങ്കകൾ നമ്മുടെ പ്രവർത്തകർക്കുണ്ട്. എനിക്ക് മുജാഹിദ് പ്രവർത്തകരോട് പറയാനുള്ളത്, ആരും തന്നെ ജാഗ്രത കൈവിടരുത്. എന്താണ് നടക്കുന്നതെന്ന് കണ്ണും കാതും തുറന്നു വെച്ച് നോക്കിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. നമ്മൾ വിയർപ്പൊഴുക്കിന്നുണ്ടാക്കിയ നമ്മുടെ സ്ഥാപനങ്ങൾ ഒരിക്കലും തന്നെ ആർക്കും വിട്ടുകൊടുക്കരുത്. പലരും ചോദിക്കും, രജിസ്ട്രേഷൻ KNM-ന്റെ പേരിലല്ലേ? അതൊക്കെ കടലാസിലുണ്ടാവും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇവിടെ മുജാഹിദുകൾ ഇല്ലാതാകുന്ന കാലത്ത് നമുക്ക് ആ സ്ഥാപനം അവരെ ലയിക്കുന്നതാണ്. ഇവിടെ മുജാഹിദുകളുണ്ട്, ഇത് കെട്ടിപ്പടുത്തവരുണ്ട്, ഇതിനു വേണ്ടി പിരിവ് നടത്തിയവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പൂതപ്പാറ പള്ളി എത്ര കാലായി മടവൂരിൽ നടത്തുന്നു? KNM-ന്റെ അല്ലേ? ശ്രീകണ്ഠാപുരം പള്ളി, ഇരിക്കൂർ പള്ളി പകുതി മടവൂരി, പകുതി KKP കുത്തുബ, പകുതി എമ്മക്കും. എന്താ ബഷീർ ഡോക്ടർ അങ്ങോട്ട് കത്തുകൊടുത്തേക്കാത്തത്? അവിടെ KNM-ന്റെ പള്ളിയാന്ന് എന്താ അവകാശം പിരിക്കാൻ പോകാത്തത്? കാരണം മടവൂരിസത്തിൽ ലയിച്ചു കഴിഞ്ഞു. ഇനി മടവൂരികളറ്റ് അലയൻസ് ഉള്ളിലായി കഴിഞ്ഞു. അതവിടെ നടക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചോദിച്ചു, ഈ വൈറ്റ് സിറ്റിയിലുണ്ട് ഒരു പള്ളി ഉണ്ടല്ലോ, അതെന്താ KNM-ൽ രജിസ്റ്റർ ചെയ്യാത്തത്? എന്താ കണ്ണൂർ ബാങ്ക് റോഡിലുള്ള പള്ളി KNM-ൽ രജിസ്റ്റർ ചെയ്യാത്തത്? മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ ആധാരം ചോദിക്കുന്ന പണിയാപ്പോ. KNM-ന് പാകമുള്ള പണി കണ്ടാ ചോദിക്കും ആധാരം ആധാരം ആധാരം, വേറൊന്നും ചോദിക്കാനില്ല. അതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് മുജാഹിദ് പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്. ഇത് ആദർശ പ്രസ്ഥാനമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് പ്രബോധന സ്വാതന്ത്ര്യം നിലനിൽക്കുന്നിടത്തോളം കാലം നാം ഇത് പറയണം, നാം ഇതിനു വേണ്ടി മുന്നോട്ട് പോകണം. ഈ കോക്കസ് കളിയെ പരാജയപ്പെടുത്തണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ. ഇത് മതത്തിന്റെ കാര്യമാണ്, ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയല്ല. ഇവിടെ പൊളിറ്റിക്സ് അനുവദിക്കാൻ പറ്റില്ല. സുതാര്യമായ നിലപാടുകളിലൂടെ പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സ്നേഹത്തോടെ ദീന് പ്രബോധനം ചെയ്യാൻ പരലോകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണിത്, ദുനിയാവിലെ സീറ്റിന് വേണ്ടിയല്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇത് പരലോകത്തിന്റെ കാര്യമായി കൊണ്ടുകൊണ്ട് പഠിക്കണമെന്നും ചിന്തിക്കണമെന്നും പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ മുജാഹിദ് സമ്മേളനം, ആ സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ കാസറ്റുകൾ വാങ്ങണം,
കേൾക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പഠനം അതാണ് നമ്മെ എന്നും നേർവഴിക്ക് നടത്തിയിട്ടുള്ളത്. ആരോഗ്യകരമായ വിമർശനങ്ങൾ അത് നാം ഉൾക്കൊള്ളണം. അതേസമയം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങള് ആ അർത്ഥത്തിൽ തന്നെ തിരിച്ചറിയുകയും ആരാണതിന്റെ പിന്നിൽ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുജാഹിദ് പ്രവർത്തകർ ഇച്ഛാശക്തി കൈവിടാതെ ഉറച്ചു നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉത്തരം കിട്ടുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇவ்விதം നശിപ്പിച്ചതും ആളുകൾക്കിടയിൽ അവഹേളിച്ചതും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച തലയാരാണോ അവൻ അല്ലാഹു അർഹമായത് ഈ ദുനിയാവിൽ നിന്ന് കൊടുക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതെനിക്കാണെങ്കിൽ എനിക്ക് പറ്റിക്കോട്ടെ, എപിക്കാണെങ്കിൽ എപിക്ക് പറ്റിക്കോട്ടെ, അദ്രൈമ സലഫിക്കാണെങ്കിൽ അദ്രൈമ സലഫിക്ക് പറ്റിക്കോട്ടെ. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടി ഭംഗിയായി നടത്താൻ സഹകരിച്ച നിയമപാലകരോട് നമ്മൾ നന്ദി പറയുകയാണ്. ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് കൃതാർത്ഥതയുണ്ട്. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ പരിത്യജിക്കുവാനും കുതന്ത്രങ്ങളും കുത്തിത്തിരിപ്പുകളും മറികടക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.